താരനിരകൾ ചേലുതിരും ആകാശം പോലെ താഴെ നിറയെ തോരണമലങ്കാര പന്തൽ ഇരുകരൽ ചേരുമീ കൂട്ടിൽ നിശമുകിൽ പെയ്തിടുന്നേ ഇനി സുബകിലേക്ക് നാ പുലരുമീ ദിനം സുബത്തമാണ് പൊന്നേ. കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നുണ്ടോ? ഇവരാണ് നമ്മളെ ഇവന്റിന്റെ ആൾക്കാർ. ഓ 12 മണിക്കാരാണ്. ഇവന്റെ പെറ്റാച്ച, ഇത് മൂത്തുമ്മ, ഇത് അമ്മായി. ആ നിങ്ങള് 3 പേരും കണ്ടിട്ട് നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. ശരി എന്തെങ്കിലും ആവശ്യം ഇവിടെ. സോറി കണ്ടില്ലപ്പാ. സോറി കോപ്പിൽ പണിയോ. മനുഷ്യന്റെ മൂണ്ടും കളഞ്ഞു. ആ ക്യാറ്ററിംഗാരനൊക്കെ സ്റ്റേജിൽ കയറി നമ്പാണെന്ന് കണ്ട വെറുതെ ഷൂ കാണിക്കാനായിട്ട് ഒരുത്തമാരും. എക്സ്ക്യൂസ് മീ മാഡം, ഒരു ഇച്ചിരി കൂടെ അടുത്തേക്ക് നന്നായിരുന്നു. ഹലോ, എന്താന്ന് ഇവളുടെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? എന്റെ അടുത്ത് അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞാ പോരെ? അല്ലട്ടാ ഈ ഫ്രെയിമില്. എന്ത് ഫ്രെയിം? സിനിമയൊന്നും അല്ല എടുക്കുന്നത്. ഓക്കെ കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾറൈറ്റ്. ഓൻ പോകുന്ന നേരത്തെ എന്താ തെറി പറഞ്ഞു? ആ തെണ്ടി പോകുന്ന നേരത്തെ എന്തോ തെറി പറഞ്ഞിട്ടല്ലേ പോയത്? കേട്ടില്ല? നീ കേട്ടില്ലേ? ഞാൻ കേട്ടല്ലോ. മതി മാതിരി പരിപാടിയൊക്കെ മതി. ഫ്ലാഷ് ഒഴിവാക്കിയെടുത്തു. അല്ലല്ല, ഫോട്ടോ പരിപാടിയെ മതിയെന്നേ. എന്താ പിന്നെ നിങ്ങൾ പുറത്തെ പരിപാടി കവർ ചെയ്തു? വെറുതെ മാർഗത്തിൽ കൂടാല. ചിക്കൻ 65. ഫുഡിൽ മൊത്തത്തിലൊരു മണ്ണെണ്ണച്ചൂരില്ലേ? ഇല്ല, മണ്ണെണ്ണന്റെ മണം ഉണ്ട്. നല്ല പോലെ ഉണ്ട്. റിയലി ഫീൽ. ശരിക്കും വേറെ ആരും പറഞ്ഞില്ലല്ലോ. ആ നിന്റെ ഇല്ല. അപ്പൊ എനക്ക് മാത്രമാണ് പണി. എന്തൊക്കെയാ ചൈനീസിൽ മാത്രം കുറച്ച് സോസ് ഉപയോഗിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഫുൾ ഓർഗാനിക് ആണ്. ആ മണ്ണെണ്ണ ഓർഗാനിക് ആണോ? മണ്ണെണ്ണ പെട്ടുണ്ട്. ഇവിടെ ആരും പറയാത്ത ഇല്ലേടെ മണ്ണെണ്ണ എന്നെ വേണം. ഇതിലൊന്നുമില്ല. ശരി, ഈ മണപ്പിച്ച എനിക്ക് കഴിക്കണം. ആ ബെസ്റ്റ്. അപ്പൊ മണ്ണെണ്ണ പറയുമ്പോ ഞാൻ മണപ്പിച്ച കുറ്റം. എനിക്ക് എന്താ മാഷ ഭ്രാന്താ? വേണ്ടക്കാ അളിയാ പ്രശ്നം ആർക്കും നിക്കാഹും തക്കാരവും കഴിഞ്ഞ് പെണ്ണ് ചെക്കന്റെ കൂടെ പോകില്ലാന്ന് പറഞ്ഞ 4 ആള് കേട്ടാൽ അതിലൊരു ന്യായമില്ല മാഷേ. ഇവരുടെ മോക്കുമല്ല മാനസിക പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്ക്. ചെക്കന് മാനസിക ഉണ്ടെന്നാ ഓള് പറയുന്നു. ഓള് പഠിച്ചത് MA സൈക്കോളജിയാ. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് തേപ്പും. പോയില്ലേ? എന്താണ് നിക്കാഹ് വഖഫ് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടല്ലേ? ഇനി ഡൈവോഴ്സ് വേണമെങ്കിൽ പോലും ഈ യൂസഫ് തീരുമാനിക്കണം. ഞാൻ കോപ്പ് തീരുമാനിക്കും. എന്തിനും
ഇന്ന് വന്ന കേറ്ററിംഗിന്റെ പൈസ സെറ്റിൽ ചെയ്യാന്ന് മാഷ് പറഞ്ഞിന്. എന്തെന്ന്? കേറ്ററിംഗിന്റെ പൈസക്ക് വന്നു. 10ന്റെ പൈസ കൊടുക്കരുത്, കംപ്ലീറ്റ് ഉടായിപ്പാ. എന്തുടായിപ്പ? ഒന്നുമില്ല, ഈ പോയിട്ട് വൈകുന്നേരം വാ. പൈസ ഇറങ്ങി വൈകുന്നേരം മതി. മൂപ്പരെന്തിനാ നീ നൊടിഞ്ഞ വർത്താനം പറയുന്നത്? പൊന്നാര മോനെ, ഇവിടെ കെട്ടന്നെ ഇടപാണ്ട് വക്കത്തിക്ക. ആദ്യം അതിനൊരു തീരുമാനാക്കട്ടെ ഞങ്ങള്. അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ ഒന്നുമില്ല. ഓളന്റെ കൂടെ വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ ഇവർക്ക് ഫുഡിനകത്ത് മണ്ണാണ്ട ചേർത്ത പന്നികൾക്ക് 10ന്റെ പൈസ കൊടുക്കരുത്. നീ തരണ്ട, വാങ്ങിക്കാനൊക്കെ അറിയാം. കാണണ എന്റെ വാപ്പാടുന്ന് ദീനിയായിട്ടുള്ള ഒരാളും നിങ്ങളുടെ ഭാഗത്ത് നിൽക്കൂല. ഇവിടെ നിൽക്കാൻ പറ്റൂല. അതാണ് ന്യായം. അതുകൊണ്ട് മാഷ് എന്നെ മോളെ പറഞ്ഞ് മനസ്സിലാക്ക്. അതിപ്പോ ഞാനെന്ത്? ഒരു മിനിറ്റ്. ഹലോ. ഓ ഓ മോളുടെ ഏതോ ഫ്രണ്ടാ റിസപ്ഷൻ വരാൻ പറ്റില്ല എന്ന്. അതിപ്പോ ഞാൻ എന്ത് പറയാനാ ഉസ്താദേ? ഹലോ, ഞാൻ ഷാനു വന്ന് കൈരളി ഈവൻസ്. ഇപ്പൊ വന്നില്ലേ? ഇതെന്താ എന്നെ വിളിക്കുന്നേ? പൈസ കിട്ടിയിട്ടില്ല അല്ലേ? ലേശം എന്തെങ്കിലും ഡിസ്കൗണ്ട് എല്ലാം കൊടുക്കണേ. എന്റെ ഉപ്പാന്റെ പൈസ മുഴുവൻ പോയി കിടക്കാം. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ഒരു പ്രാന്താന്ന്. നല്ല അടീന്റെ കുറവുണ്ട്, വിട്ടുകൊടുക്കറേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാളെ വിളിച്ചാൽ മതി. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. അപ്പൊ നിങ്ങളുടെ വലിയ സംഭവം. തമാശാക്കണ്ട, നമ്മള് വെറും കാറ്ററിംഗാരല്ല, പാർട്ടിക്കാരാന്ന്. ഞാൻ LC മെമ്പറാ. LC മെമ്പർ എന്ന് പറഞ്ഞാ? നിങ്ങള് തമാശാക്കുന്നാന്ന്, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന. ഹലോ, ഇങ്ങ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടപ്പാ, പറയ്. ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ച. ഈ തിരക്കില? തിരക്ക് ഇല്ലപ്പാ, വലിയ തിരക്കൊന്നുമില്ല. ഒരു വർക്കിന് പോകുന്ന. ഇന്ന് കാറ്ററിംഗ് ഉണ്ടോ? ഇല്ല, ഒരു ഇവന്റിന്റെ കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്ന. എന്നാ നീ വെച്ചോ. ഒരു നല്ല കാര്യത്തിന് പോകുന്നല്ലേ. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ മോനെ. ഇതും നീ തൂറ്റ് അടുത്ത് ഇനി കളിക്കണം. എനിക്കും ഉണ്ടാവില്ലേ നാണൊന്നാനൊക്കെ. തോട്ടാൻ വെളുപ്പിൽ അജിക്ക് നാണോ? ഇനി കളിക്കണോ? 8 പ്രാവശ്യം പൊട്ടിയാ പിന്നെ ഒന്നും നോക്കണ്ടെന്നാ. ഇനിയാണ് പോരാട്ടം തുടങ്ങുന്നേ ഉള്ളൂ മോനെ. നീ കളിക്കും. ഓൻ്റെ പൊട്ടിക്കണമെന്നോട് ചോദിച്ചു. ഒരിക്കൽ ഞാൻ ഒരെണ്ണം കൊടുത്തിന്. ഇനി ബെല്ലാണ്ട് ചൊറയാക്കിയ കാനത്തേക്ക് കൊടുക്കേണ്ടി വരും. കൊടുക്കാന്ന് പറ. നീ പോയാ സദാ സാറിട്ട് നനഞ്ഞോ? ഇല്ലടാ. നിങ്ങൾ ഇരുന്ന് ബോറടിച്ചാ? ഏയ്, ഞങ്ങളിവിടെ കളിയിലല്ലേ. കളിച്ചിട്ട് ആരാ തോറ്റ്? ഇവൻ തന്നെ. തോൽവികൾ ഏറ്റുവാങ്ങാൻ എന്റെ ജീവിതം ഇനി ബാക്കിയാണല്ലോ സാരട്ടാ. റെഡ് കൃത്യമായിട്ടിടും, ഫോളോവർ ഇടൂല. അതെന്താ ഈ ഫോളോവറുടെ അത്ര പാട് എനിക്ക്? അജയേ, ഇവിടെ ശ്രദ്ധിക്ക്. നമുക്കൊരു എയിം വേണം. ഇത് ഞാൻ ചാടിക്കും എന്നൊരു ഉറപ്പ്. എന്നാലേ അത് വിരലുമ്പോ വരും. നോക്ക്. റെഡ് വീണേ. ഇനി ഫോളോവർ അല്ലേ വേണ്ട? പോയി ഫോളോ. ഇനി ഫോളോവർ വേണം. ഫോളോ ഒന്നാക്കണ്ട. ഇനി ഫോളോവേഴ്സിന് വേണം എനിക്ക്. ഫോളോ ഫോളോ ഫോളോ. ഇനി വേണം ഫോളോവേഴ്സ്. ഇന്നോട് ഞാൻ പറയാറില്ലേ കുറച്ചെങ്കിലും എയിം വേണം. എന്നാ നീ വാ. ഈ സെറ്റാ
എന്നോട് കളിച്ചാൽ നിങ്ങൾ ഗുണം തന്നറിയും. ഒരു കരുത്തിനെ കളിച്ച് തോൽപ്പിച്ചു നിങ്ങൾക്ക് അഭിമാനിക്കണം. കരുത്തിനെ തോൽപ്പിച്ച് അപമാനിക്കാം. ഓ കരുത്തിനെ സ്ട്രൈക്കറും കണ്ടേ ആ കാണിച്ചോന്നവർക്ക് കളിക്കറോ. എടാ കണ്ണെത്തുന്നിടത്ത് കൈയും കൈ എത്തുന്നിടത്ത് സ്ട്രൈക്കർ. അതാണ് ടെക്നിക്ക്. നിനക്ക് എന്താ വേണ്ടത്? ഫോളോവേഴ്സ്. നീ വേണം കൊടി പിടിച്ചു തുടങ്ങി അല്ലേ? ഈ വരുന്ന ജൂൺ 19 നാഗേന്ദ്രന്റെ രക്തസാക്ഷി ദിനം. അന്ന് എനക്ക് പകരം ഓൻ പോയില്ലായിരുന്നെങ്കിൽ എന്റെ രക്തസാക്ഷി ദിനം. ഇതുപോലെ മഴയുള്ളൊരു ദിവസം നമ്മൾ നാഗേന്ദ്രന്റെ ബോഡിയും കൊണ്ടുവരുന്നു. കുന്നും പുറത്തുള്ള അവന്റെ പുരയിലേക്കുള്ള വെട്ടുവഴിയിലെ ചളിക്കുഴിയില് ആംബുലൻസിന്റെ ടയർ താഴ്ന്നുപോയി. എന്തൊക്കെ കളിച്ചിട്ടും വണ്ടി കയറിയില്ല. പിന്നെ 1.5 കിലോമീറ്റർ ചുമന്നില്ലേ അമ്മ ഓന്റെ ബോഡി എന്ന് പറയാൻ കഴിയില്ല. ഒരു കൊത്തിപ്പൊളിച്ചത് ഡോക്ടർമാര് തുന്നിക്കൂട്ടി തന്ന 85 കിലോ ഇറച്ചീന്റെ എല്ലിന്റെ ഒരു കിറ്റ്. അതാണ് അമ്മ ചുമന്നത്. എന്താ സുഖം? ആ കനകനെ തീർക്കണ്ടടാ. തീർക്കണ്ടേ? ഒരു കോടതിയിൽ ഹാജരാക്കിയ കള്ളപ്രതികൾ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങി. യഥാർത്ഥ പ്രതിയായ കനകനെ നമുക്കൊന്ന് കാണാൻ കൂടി കിട്ടിയിട്ടില്ല. ആ കേസ് അടുത്ത കാലത്തൊന്നും വിധിയാവാനോ വിചാരണയ്ക്ക് എടുക്കാനോ പോകുന്നുമില്ല. നമ്മുടെ ഒരുത്തം പോയി, അത് തന്നെ. അതിനുശേഷം ആ പന്നി ഫുള്ള് വാനിഷിംഗ് സാധാട്ടാ. നാട്ടിൽ കാലൂത്തിയാൽ നമുക്ക് വിവരം തരാൻ ആളുണ്ട്. അതെ, എന്നിട്ട് കിട്ടിയ വിവരം തരാൻ ആളുണ്ട്. ഓൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ടടാ മോഹിതകളെ. ഓനിപ്പോ എവിടെയുള്ളു? സദാട്ടം പറഞ്ഞാൽ മതി എന്താക്കണ്ട്. ഓനെവിടെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ അതെനിക്ക് പറഞ്ഞുകൂടാ. അറിഞ്ഞിട്ടെന്താ കാര്യം? ഓറ പാർട്ടി ഗ്രാമത്തിനുള്ളിലായിരിക്കൂലേ. പക്ഷെ വേണമെന്ന് വെച്ചാ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഓൻ ഒറ്റയ്ക്ക് കിട്ടും. ഒരു ഊഹല്ല, ഉറപ്പാ. ഇപ്പം 3-4 ദിവസമായിട്ട് നല്ല മഴയിലിടും. മഴ പെയ്താൽ ഓന്റെ അടുത്ത് മാങ്ങോട്ടും അടുത്ത് ഏറ്റുമീൻ കയറും. അച്ഛൻ ചത്ത് കിടക്കുകയാണെങ്കിലും ഏറ്റുമീൻ കയറിയാൽ ഒറ്റാല് വെക്കാൻ ഓൻ ഇറങ്ങാണ്ടിരിക്കൂല. ഒന്ന് നോക്കറോ. ഞാൻ ഓക്കെ. നിങ്ങൾ റെഡിയാണോ? പണി നമുക്ക് കൊടുക്കാപ്പാ. പക്ഷെ സായിട്ട് ഞാൻ ഒരു കാര്യം പറ്റേ, ഒന്ന് തോന്നലേ ഓന് തീർക്കണം. കയ്യോ കാലോ കുത്തി വീട്ടിൽ കിടത്തിയാ പോലും മതിയാ. മതിയെന്നാന്ന് നിങ്ങൾക്ക് തോന്നുന്നു വെച്ചാല് അങ്ങനെ കൈയും കാലും മതിയപ്പോ. നമ്മൾ പേടിച്ചൊതുങ്ങിയെന്നവർക്ക് തോന്നരുത്. എനിക്കത്രയേ ഉള്ളൂ.